ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. മയോണൈസും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മയോണൈസ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. കുട്ടികളെല്ലാം നല്ല കഴിക്കുന്ന സാധനം മയോണൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പക്കോടയും കൂടി ആയാലോ, നല്ല ടേസ്റ്റ് അല്ലേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ബൗളിലേക്ക് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മയോണൈസും കൂടി തയ്യാറാക്കാം. ഞാൻ ഒരു മുട്ടക്കാണ് ഇവിടെ മയോണൈസ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളിയും കൂടി എടുത്ത് വീണ്ടും ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരിയും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോണൈസാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിടാം. ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണമാക്കി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോടൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുണ്ട്. അത് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് 4-5 വെളുത്തുള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു മുട്ടയും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു വലിയ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവിലും ഉണ്ടാക്കാം. ഞാൻ കടലമാവിലല്ല ഉണ്ടാക്കുന്നത്, ഞാൻ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഷ്ണാക്കി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കടലമാവിലും ഉണ്ടാക്കാം, മൈദയിലും ഉണ്ടാക്കാം. ഇനി ഇത് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ മറക്കല്ലേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മുടെ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മാവ് ചെറുങ്ങനെ നുള്ളിയിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് എടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് എടുക്കുന്നത്. വലുതായിട്ട് എടുക്കുമ്പോൾ ഉള്ളൊക്കെ പച്ച പോലെ ഉണ്ടാവും. ചെറുങ്ങനെ എടുത്താൽ നല്ല സോഫ്റ്റായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ ചട്നിയും മയോണൈസും കൂടി കൂട്ടി അടിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇതാ നമ്മുടെ പക്കോട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ കഴിക്കാനും ഇതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതാ ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസും പച്ചച്ചട്നിയും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. ചൂട് കട്ടനോടൊപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി സ്നാക്സാണ്.
ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. മയോണൈസും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മയോണൈസ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. കുട്ടികളെല്ലാം നല്ല അടിച്ച് കഴിക്കുന്ന സാധനമാണ് മയോണൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പക്കോടയും കൂടി ആയാലോ നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.